ഏറ്റവും പ്രിയങ്കരനായ പുതുപ്പള്ളിയുടെ MLA ആയ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മകനായ ചാണ്ടി ഉമ്മൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിക്കില്ല ഈ UKC കൺവെൻഷൻ. UK ആദ്യമായെങ്കിലും ഞാൻ നമ്മുടെ US-ൽ അണിയിച്ചൊരുക്കുന്ന 25ാമത് കൺവെൻഷനിലേക്ക് ഏവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അഭിമാനമുള്ള ഒരു സ്വന്തം സംസ്കാരം കേരളത്തിന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുവാൻ നാടായ ബ്രിട്ടനിലേക്ക് വ്യവസായിക വിപ്ലവത്തിന്റെ തൊട്ടായിരിക്കുന്ന ഈ ദേശത്തേക്ക് സംഗീതവും സാഹിത്യവും കായികവും ശാസ്ത്രവും ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ മണ്ണിലേക്ക് ലോകം കണ്ട മഹാന്മാരായ വില്യം വളരെ ഗുരുതരമായ ഒരു സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച ജെയിൻ ഓസ്റ്റിന്റെ വളർച്ചയ്ക്ക് സഹായകവുമായ റഗ്ബി ഫുട്ബോളിനെ വാർത്തെടുത്ത ഈ നാട്ടിലേക്ക് ഇംഗ്ലണ്ടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാർവിക്ക്ഷയർ എന്ന നഗരത്തിലെ സ്റ്റോൺലി പാർക്കിലേക്ക് സ്നാനായ നഗറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. തീർച്ചയായിട്ടും അത് എല്ലാവരും മാനിക്കും എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോടതിയുടെ വിധിയാവുമ്പോൾ അതിനകത്ത് ഒരു രൂപതയിലെ സാധാരണ ജനങ്ങളുടെ ശക്തി എന്താണെന്ന് ലോകത്തോട് വിളിച്ചോതുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ മുന്നിലൂടെ നടന്നു പോകാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ബന്ധുമിത്രാദികളും ഉറ്റവരും ഉടയവരും സ്വന്തം ഗ്രാനായക്കാർ ഒരുപാട് ഞങ്ങളുടെയൊക്കെ മനസ്സുകളിൽ, കാരണം ഞങ്ങളെ പ്രത്യേകിച്ച് പ്രവാസികൾ ഞങ്ങളുടെ നാടിന്റെ നന്മയാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രചരണത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയാമോ? ഞാൻ 2.5 വർഷമായിട്ട് MLA ആണല്ലോ. ആദ്യം ആ 2.5 വർഷം കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അതാണ് എന്നെ ഇന്ന് ഈ ഒരു തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പ്രത്യേകിച്ച് ഞാൻ 50ഓളം വീടുകൾ എൻ്റെ മണ്ഡലത്തിലും ബുദ്ധിമുട്ടുകൾ ഇന്ന് രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ വീണ്ടും 100 നമ്മൾ വലിയൊരു ചൂണ്ടിയിരിക്കുന്നത്. ആ ഒരു പ്രവർത്തനത്തിൽ മണികളല്ല, കുഴപ്പമില്ല, ഊതിവീർപ്പിച്ച ബലൂണുകളല്ല, ചില്ലുകൊണ്ട് തിളങ്ങുന്ന കൊട്ടാരമല്ല ഈ ജ്ഞാനായക്കാർ. പാമ്പിനോടും കാട്ടുമൃഗങ്ങളോടും പൊരുതി വിശ്വാസ നിറവിൽ പാറമേൽ ഉറപ്പിച്ച വലിയ തലമുറയുടെ സമ്മേളനത്തിൽ നടന്നു നീങ്ങുവാനായിട്ട് പോകുന്നത്. പക്ഷെ നാട്ടിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാവുന്ന നടത്തില്ല. നമ്മളൊരു പ്രവാസി ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടുകയാണ്. ഇപ്പോഴും പ്രത്യേകിച്ച് ഒരു പുതിയ മന്ത്രിസഭയാണ് വന്നിരിക്കുന്നത്. അപ്പം സാറിനെ പോലെയുള്ള ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു നേതാക്കൾ, അങ്ങനെ ഞങ്ങളെ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രവാസി ഉണ്ടാവരുതെന്ന് എൻ്റെ അഭിപ്രായം. തെറ്റിദ്ധരിക്കരുത്, ഇനി പ്രവാസി ഉണ്ടാവരുത്. നിങ്ങൾ ഉൾപ്പെടെ പലരും വന്ന സ്നേഹ ഇഷ്ടത്തിലല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളെല്ലാം അന്നത്തെ സാഹചര്യം കൊണ്ടും നമ്മൾ പുതിയൊരു മാർഗം തുറക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഞാനത് മാനിക്കുന്ന ഒരാൾ. കാരണം ഞാൻ പ്രവാസിയായി ഞാൻ ജീവിച്ചിട്ടുള്ളത് എനിക്കറിയാം. ഡൽഹിയിലാണെങ്കിലും ഒരു പ്രവാസമാണ് ഒരു കൈൻഡ് ഓഫ്. എനിക്കൊട്ടും ഇഷ്ടമില്ലാതെ ഞാൻ പോയത്. അത് പക്ഷെ പഠിക്കാൻ പോയി എന്നുള്ള വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് പ്രവാസികളെ താല്പര്യത്തിലല്ല പ്രവാസികളെ സൃഷ്ടിക്കണം. ഇനി നമ്മുടെ നാട് വികസിക്കും, പ്രവാസികൾ തിരിച്ചു വരികയും ചെയ്യും. പ്രവാസികൾക്ക് സംരക്ഷണം, പ്രവാസികളുടെ പ്രോപ്പർട്ടീസിന് ബാക്കപ്പ് ഉണ്ടാവണം. ആളുകൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ നിങ്ങളെ സംരക്ഷിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടാവണം. അതിനുള്ള ബിസിനസ് സാഹചര്യവും അതിനുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും കേരളത്തിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് പുതിയ ഗവൺമെന്റ് എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അതിനായിരിക്കും നമ്മുടെ ലക്ഷ്യവും മുന്നോട്ട്. താങ്ക് യു സാറേ. അപ്പോൾ താങ്ക് യു, ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് UKC കൺവെൻഷനിൽ വന്നതിലും ഞങ്ങളെ, കാരണം ഒരുപാട് ഞാൻ പറയാം സാറിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കത് ഒരുപാട് പല നാട്ടുകളിൽ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു ഇത്രയും ചടിമ വരുന്ന പറഞ്ഞപ്പോഴത്തേനും എനിക്കത് കുറച്ച് ആളുകൾ കൂടി ഈ കൺവെൻഷനിലേക്ക് എത്തി. അപ്പം ഈ ഒരു നന്മയും ഈ ഒരു സ്നേഹവും മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ സാധിക്കട്ടെ. ഈ ഒരു സ്നേഹത്തിൽ തന്നെ വിളിച്ചതിനും നന്ദി പറയാം. ഞാനാണ് ഇവിടെ ആദരിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത്ര വലിയൊരു സമ്മേളനം, ഇത്ര വലിയ സമുദായത്തിൻ്റെ, അതും സ്വന്തം ചരിത്രവും സ്വന്തം സംസ്കാരം സംരക്ഷിക്കുവാൻ ഏതറ്റം വരെ പോകുന്ന ഒരു സമൂഹം കൂടിയാണ് നിങ്ങൾ. അതിലെനിക്ക് അഭിമാനമാണ്. കാരണം ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾ കാണിക്കുന്ന ഒരു താല്പര്യം അത് എല്ലാവരും കാണിക്കണമെന്ന് അഭിപ്രായം എനിക്ക്.
കാരണം ഇന്ന് സുറിയാനി ക്രൈസ്തവരുടെ എല്ലാ പാരമ്പര്യങ്ങളും ഞാനത് പറയാൻ പോകുന്നതാണ്. സുറിയാനി ക്രൈസ്തവരുടെ എല്ലാ പാരമ്പര്യങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സുറിയാനി ജ്ഞാനായ സമുദായത്തിന്റെ കയ്യിലാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് അഭിമാനിക്കാതെ. ഞങ്ങൾ തുടർന്ന് നടക്കുന്ന ഞങ്ങളുടെ പ്രസംഗത്തിൽ ഇതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വലിയൊരു നല്ലൊരു ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിരുന്ന് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എന്നാണ് തിരിച്ചു വിടുന്നത് നാട്ടിൽ? ഞാൻ 12-ാം തീയതി പോകും. ഒരുപാട് പരിപാടികൾ പങ്കെടുക്കാറുണ്ട്. അപ്പം ചരിസാറിന്റെ വരവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ്. കൂടുതൽ ആളുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരട്ടെ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരുപാട് എന്റെ അഭിപ്രായത്തിൽ പ്രവാസികൾക്ക് വോട്ട് കൂടി ഉണ്ടാവണം. എന്റെ ഫാദർ ഒത്തിരി ശ്രമിച്ചൊരു കാര്യമാണ്. ഒന്നൊരു എയർലൈൻ കേരളത്തിന് സ്വന്തമായിട്ട് നിങ്ങളുടെ ചൂഷണത്തിന് ഇന്ന് വിധേയരാവുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ എയർലൈൻ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 2 പ്രവാസി വോട്ടാണ്. ഈ രണ്ടും ചരിത്രപരമായ ആവശ്യമാണ് പ്രവാസികൾക്ക് വേണ്ടിയും പ്രവാസികളുടെ സംരക്ഷണത്തിന് വേണ്ടി. കാരണം നിങ്ങൾക്ക് വോട്ടുണ്ടെങ്കിൽ ആർക്കും നിങ്ങൾ തള്ളിക്കളയാനാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ ഒരു വോട്ട് ബാങ്കായി നിൽക്കണം. അത് സർക്കാർ അനുവദിക്കണം എന്നുള്ള അഭിപ്രായം. 20 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണെന്നെങ്കിൽ ഞാൻ പറയാം, ഒരുപാട് പ്രവാസികൾ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങളെല്ലാവരും കൂട്ടത്തോടെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരും. ഞങ്ങളെല്ലാവരും സ്വപ്നമാണ്. കാരണം സരിതാർ പറഞ്ഞ പോലെ ഒരു പ്രവാസിയും ആഗ്രഹിക്കുന്നില്ല സ്വന്തം നാട്ടിൽ ജീവിക്കണം. കാരണം നമ്മുടെ എല്ലാവരെയും നമ്മൾ അലിഞ്ഞു ചേരേണ്ടത് നമ്മുടെ ആ മണ്ണിലാണ്. ആ മണ്ണിലേക്ക് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ ഒരു വലിയൊരു ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് നടത്തട്ടെ. താങ്ക് യു.